വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഓട്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായി മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ഓട്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓട്സ് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഓട്സ് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യാതെ അതേപടിയും ഓട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ പകുതി പാൽ ആദ്യം ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ടകളൊന്നും കൂടാതെ തന്നെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള പാൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം വെള്ളം ഉപയോഗിച്ചും ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലിൽ കിടന്ന് ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടണം. അതിനുവേണ്ടി ഞാനിത് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് സമയം ഇവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കുക. മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവ ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ആണ്. ഇതിലേക്ക് പകുതി സവാള ചെറുതായി അരിഞ്ഞതും, ഒരു പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം വളരെ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എഗ്ഗും വെജിറ്റബിളും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓട്സിൻ്റെയും മിൽക്കിൻ്റെയും ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് സമയം കുതിർന്നപ്പോഴേക്കും ആ ഓട്സിൻ്റെ മിക്സ് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എഗ്ഗിൻ്റെയും വെജിറ്റബിളിൻ്റെയും മിക്സ് ചേർത്തതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മുരിങ്ങയിലയോ അതുപോലെ തന്നെ ചീരയിലയോ എല്ലാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഒരു പാൻ എടുത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നന്നേ കനം കുറച്ചിട്ടാണ് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തയ്യാറാക്കുന്ന ഓംലെറ്റിന് എത്രമാത്രം തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം ബാറ്റർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നന്നായി കുക്കായതിന് ശേഷം ഞാനിത് തവ കൊണ്ട് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ തിരക്ക് പിടിച്ച സമയങ്ങളിലെല്ലാം നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് ഡിന്നർ റെസിപ്പിയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ രോഗികൾക്കും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പാനിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തടവിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഒന്ന് ഈവൺ ആവുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 4 മിനിറ്റ് സമയം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ കവർ ചെയ്തിട്ടാണ് ആദ്യം കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നീട് ഇതൊന്ന് മറച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് സമയം കൂടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇത് കൂടുതൽ റിച്ച് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചീസ് കൂടെ ഇതിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ
വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഓട്സ് ഓംലെറ്റും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.